വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫിർ വിവാദം ഹൈക്കോടതിയിൽ. വിവാദ വാട്സാപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ഹർജിയിൽ ആരോപണം. ഹർജി നാളെ കോടതി പരിഗണിക്കും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, എന്താണ് ഹർജിയിലെ ആവശ്യം? വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫിർ വിവാദം ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. വിവാദ വാട്സാപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന ഹർജിയിൽ ആരോപണമുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സലാം, ഹർജി നാളെ കോടതി പരിഗണിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യം? അമൃത, ഈ വ്യാജ സ്ക്രീൻഷോട്ടാണ് തൻ്റെ പേരിൽ പ്രചരിപ്പിച്ചത് എന്ന് കാണിച്ചുകൊണ്ടാണ് മുഹമ്മദ് കാസിം കോടതിയെ സമീപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വടകര പോലീസിനും കൂടാതെ SP-ക്കും പിന്നാലെ DGP-ക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ തൻ്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നു, ഇത് ആദ്യം പോലീസിനെ അറിയിച്ചതും താനാണ്, എന്നിട്ടും തനിക്കെതിരെയാണ് പോലീസ് കേസെടുക്കുന്നത് ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു അന്വേഷണം കൃത്യമായ ദിശയിലല്ല നടക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് താനാണ് ആദ്യം ഈ വിവരം പോലീസിന് അറിയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഏതായാലും ഈ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് CPM ആദ്യം നൽകിയ പരാതിയിലെടുത്ത കേസാണ്. അത് കാസിമിനെതിരെയാണ് കേസെടുത്തത്. അതിന് പിന്നാലെ തന്നെ ഇങ്ങനെയൊരു ചാറ്റ് തൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിട്ടില്ല, ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെ കാസിം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളും പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു കേസെടുക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ പോലീസ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാസിം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ ഹർജിയാണ് നാളെ പരിഗണിക്കുന്നത്. ഏതായാലും ഈ കേസിൽ KK ലതിക MLA KK ലതികയെ ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് വീട്ടിലെത്തി KK ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിൽ 15ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. അമൃത, സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.